നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കർക്കിടക രാശിയിൽ ഗുരുശുക്രന്മാരുടെ നല്ലൊരു യോഗമുണ്ട്. രാശിയിൽ 2-ാം ഭാവത്തിൽ ചിങ്ങത്തിൽ കേതു, അഷ്ടമത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ ശനി, പിന്നീട് 10-ാം ഭാവത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ ആദിത്യൻ, 12-ൽ ബുധൻ. ഇവരെ കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, കർമ്മമേഖല വളരെ സമ്പുഷ്ടമാണ്. കാരണം വളരെ ശക്തമായി രുചകമഹായോഗം ചെയ്ത് ചൊവ്വ 10-ാം ഭാവത്തിലുണ്ട്. 11-ാം ഭാവത്തിൽ സൂര്യനും. പലപ്പോഴും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ജന്മവ്യാഴമാണ് കർക്കിടക രാശിക്കാർക്ക്. അതിനാൽ പലപ്പോഴും സംഘർഷങ്ങൾ വളരെ കൂടും. പക്ഷേ ഇവിടെ ശുക്രൻ്റെ യോഗം, ശുക്രനും വ്യാഴം കൂടി ഒന്നിച്ച് നിൽക്കുന്നു. അതൊരു നല്ല യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്താൽ അതിമാനുഷ യോഗമാണ്. പക്ഷേ പലപ്പോഴും ഒന്നിച്ച് യോഗമുള്ളപ്പോഴും അതിമാനുഷ യോഗമെന്ന് പല ജ്യോത്സ്യന്മാരും നിരൂപണം ചെയ്യാറുണ്ട്. ഏതായാലും ഈ ഗുരുശുക്രന്മാരുടെ യോഗം നല്ലൊരു യോഗമാണ്. സദ്വിദ്യോ ധനധാരവാൻ ബഹുഗുണ ശുക്രേണ യുക്തേ ഗുരു. സദ്വിദ്യ, നല്ല വിദ്യ പഠിക്കുക. ധനധാരവാൻ, ധനം ലഭിക്കും, ഭാര്യാസുഖം ലഭിക്കും. ബഹുഗുണ, ധാരാളം ഗുണങ്ങൾ തനിക്ക് അംഗീകാരം വരും. ഇവിടെ ഭാഗ്യാധിപനായ വ്യാഴം സന്താന സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും നോക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിവാഹം, അതിനുശേഷമുള്ള അടുത്ത ഘട്ടം സന്താനം. സന്താനപതിയായി ചൊവ്വയും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ സൂര്യൻ്റെ ഒരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഗർഭിണികൾ ആദ്യത്തെ 1-2 മാസക്കാലം റെസ്റ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ എബോർഷന് സാധ്യത വളരെ കൂടുതലാണ്. അവിടെ വ്യാഴദൃഷ്ടി വളരെ ശക്തമാണ്. അതിനാൽ സന്താന വിഷയത്തിലേക്ക് അനുകൂലമാണ്. പക്ഷേ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. സൂര്യൻ അങ്ങേയറ്റം ഉഷ്ണഗ്രഹമാണ്. അതിനാൽ ചെറിയ രീതിയിൽ എബോർഷന് സാധ്യതകളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 1-2 മാസക്കാലം ശ്രദ്ധിക്കണം. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കും. ചില പ്രത്യേക അവകാശങ്ങൾ തനിക്ക് ലഭിക്കും, അധികാരങ്ങൾ ലഭിക്കും. 11-ലെ സൂര്യൻ എത്ര ശക്തനാണ്. രവോ സംഭവ്യസം ച ലാഭോപയാതേ നൃപദ്വാരതോ രാജ മുദ്രാധികാരാത്. രാജാവിനെ മുദ്ര ലഭിക്കും. ശ്രിയോനേകതാ ദുഃഖം അംഗോദ്ഭവാനം. തൻ്റെ അംഗത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സന്താനങ്ങൾക്ക് ദോഷം. അത് പ്രിമച്വർ ബർത്തിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് പ്രഷർ വരിക. 12-ാം ഭാവത്തിൽ ബുധനിടുമ്പോൾ അനാവശ്യമായ ഉപകാരങ്ങൾ, സ്മരണകൾ, തനിക്ക് പറ്റാത്ത ഒരു ഉപകാരമായിരിക്കും ചെയ്യരുത്. പ്രോമിസ് ചെയ്ത് അവസാനം പാളിപ്പോകും. റാഷ് പ്രോമിസസ് ഒരിക്കലും പാടില്ല. അതിനാൽ തനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അനാവശ്യമായ ബ്ലാ സംസാരങ്ങൾ ഉപേക്ഷിച്ചാൽ ഈ വാരം വളരെ നല്ലതാണ്. കർക്കിടക രാശിക്കാർക്ക് നല്ലൊരു യോഗമാണ്. ഭൂമി ലഭിക്കാം, വാഹനം ലഭിക്കാം, നല്ല ഡ്രസ്സ് ധരിക്കാം. അതിനാൽ പലപ്പോഴും അംഗീകാരം സമൂഹത്തിൽ ലഭിക്കുന്ന വാരമാണിതെന്ന് അറിയുക കർക്കിടക രാശിക്കാർ. നന്ദി, നമസ്തേ.